ഏതെങ്കിലും സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെതിരായോ പാണക്കാട്ട് തങ്ങൾക്കെതിരായോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ ആ നിമിഷം നമ്മൾ നീതിയുടെ കൂടെ നിൽക്കൂ. തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പറയേണ്ടത് കൃത്യമായി പറയും. അത് ആര് പറഞ്ഞാലും, സമസ്തയോ സമസ്തയുടെ പത്രമോ SKSSF ആരിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം, ഈ അടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവ് ന്യൂനപക്ഷത്തിനെതിരെ, അതേപോലെ മുസ്ലിം സമുദായത്തിനെതിരെ അയാൾ പറഞ്ഞപ്പോൾ അതിനെതിരെ എഡിറ്റോറിയൽ എഴുതി നിരന്തരം അതിന്റെ വാർത്തയും ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് ശക്തമായി മറുപടി പറഞ്ഞ പ്രസ്ഥാനമാണ് സമസ്തയുടെ പത്രം സുപ്രഭാതം. നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്ത്യ രാജ്യത്തെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇടതുപക്ഷത്താണെങ്കിലും വലതുപക്ഷത്താണെങ്കിലും ഉള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തിൽ ഒറിജിനൽ കമ്മ്യൂണിസം എന്തേ ഇവിടെ വിജയിക്കാതെ പോയത്? ഇവിടെ CPM ആണെങ്കിലും CPI ആണെങ്കിലും മറ്റുള്ള ഏത് CMP ആണെങ്കിലും ഏത് പാർട്ടികളാവട്ടെ, സി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയോ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകളുടെ എണ്ണം പറയാൻ? CPM-ന് കഴിയോ? നിങ്ങൾക്ക് ഒരു പക്ഷേ പാർട്ടി മെമ്പർമാരെ പറയാൻ കഴിയും. ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ്, മതനിഷേധികളായ കമ്മ്യൂണിസ്റ്റ് എന്തേ നിങ്ങൾക്ക് കേരളത്തിൽ വളരാൻ പോകാതെ സാധിച്ചത്? എന്തേ നിങ്ങളുടെ വളർച്ച മുരടിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒറിജിനൽ മതവിരുദ്ധമായ കമ്മ്യൂണിസം വിജയിപ്പിച്ചെടുക്കാൻ കേരളത്തിൽ കഴിയാതെ പോയത് ഇവിടെ മതസംഘടനകൾ, പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന മതനിഷേധത്തിന്റെ ആശയത്തെ ഏത് വിധേനയും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. അത് സമസ്തയുടെ എന്നത്തെയും നിലപാടാണ്, SKSSF-ന്റെ നിലപാടാണ്. എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്ക് സമസ്തയുടെ ചില പ്രവർത്തകരെയും സമസ്തയുടെ പത്രത്തെയും സമസ്തയുടെ സംഘടനകളെയും കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്താൻ ആരും ശ്രമിക്കേണ്ടതില്ല. ഒറിജിനൽ കമ്മ്യൂണിസത്തെ ശക്തമായി ഞങ്ങളൊക്കെ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് എൻ്റെ നാട്ടിൽ ആദ്യമായി ഒരു പ്രസംഗം നടത്തി. എൻ്റെ പ്രസംഗം കമ്മ്യൂണിസത്തിനെതിരായിരുന്നു. ദറസിൽ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എൻ്റെ നാട്ടിലെ കുറേ ആളുകൾ എതിർപ്പുമായി വന്നു. അന്ന് മുത്താലിമ് പഠിച്ചുള്ളൊരു പ്രസംഗം നടത്താം. കാരണം അന്ന് മുതൽ നമ്മുടെ നേതാക്കൾ മദ്രസകളിലാണെങ്കിലും ദർസുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ഇസ്ലാമിനെതിരായ, അത് കമ്മ്യൂണിസം ആണെങ്കിലും ശരി, ലിബറലിസം ആണെങ്കിലും ശരി, ഏത് ഇസങ്ങളാണെങ്കിലും ശരി, മതത്തിനെതിരാകുന്ന സകല ശക്തികളെയും ആ വഴിക്ക് സമസ്ത എന്നും എതിർത്ത് തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ പക്ഷെ തന്നെ ഇപ്പോഴും സുപ്രഭാതവും സമസ്തയുള്ളത്. തെറ്റിദ്ധാരണ ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് സ്വപ്നം കണ്ട ആരും നടക്കണ്ട. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെ വളർന്ന് പന്തലിക്കുമ്പോൾ സമസ്ത പൊട്ടിക്കാണാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അതാരാ നമുക്കറിയാം. ഇവിടുത്തെ വഹാബികൾ, ഇവിടുത്തെ മൗദൂദികൾ, ഈ തൽപര കക്ഷികൾ. സമസ്ത ആർക്കൊക്കെ എതിര് പറഞ്ഞിട്ടുണ്ടോ അവര് സമസ്തക്ക് എതിരാവോലോ. സമസ്തയുടെ പണി അതാണ്. നേരായ വഴിക്കെതിരെ പഴച്ച പ്രസ്ഥാനങ്ങളെ തുറന്നു കാണിക്കൽ. പഴച്ച ത്വരീഖത്തുകൾ ഉണ്ടാകും, പുത്തൻ പ്രസ്ഥാനക്കാരുണ്ടാകും, തീവ്രവാദ സംഘടനകൾ ഉണ്ടാകും, പഴച്ച ചിന്താഗതിക്കാരുണ്ടാകും, പഴച്ച സംഘടനകൾ ഉണ്ടാകും. അപ്പൊ അവരൊക്കെ സമസ്തക്ക് എതിരാവും. സമസ്തക്കെതിരെ, സമസ്തയുടെ നേതാക്കൾക്കെതിരെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കും, അവരെ കള്ളത്തരത്തിൽ പ്രചരണം നടത്തും. ഞങ്ങൾ അതിനെ പ്രതികരിക്കും. ഇത് പ്രതികരിക്കുമ്പോ ഇവർക്ക് സഹിക്കൂല. ആർക്ക്? വഹാബികൾക്ക് സഹിക്കൂല. അപ്പൊ ഇവരിങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ട് വഹാബികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒരുക്കിയ കെണിയാണ് ഈ തരത്തിലുള്ള കുപ്രചരണങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം. കുറെ ആളുകൾ ലീഗ് വിരുദ്ധരെന്ന് പറയാ, നിരന്തരമായി ലീഗ് വിരുദ്ധര്, ലീഗ് അനുകൂലികള്. രണ്ടാഴ്ച ആരായത് ഇവിടെ സൃഷ്ടിച്ചത് ഇങ്ങനെ ഒരു നരേഷൻ? ഒരു വിഭാഗത്തെ ലീഗ് വിരുദ്ധരെന്ന് പറഞ്ഞ എന്താ കാരണം? ഈ സമസ്തക്കാര് വഹാബികൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂട്ടുകൂടിയാൽ അപകടമാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഒരു വിവാദം വന്നാൽ ആദ്യം മീഡിയ 1 ചാനലിനായിരിക്കും അത് പുറത്തു വന്നിട്ടുണ്ടാവുക. പിന്നെ ബാക്കിയുള്ള ചാനലുകളൊക്കെ അത് ഏറ്റുപിടിക്കും. ഇതാ ലീഗ് വിരുദ്ധർ വരുന്നു, ലീഗ് വിരുദ്ധർ പോകുന്നു, ലീഗ് വിരുദ്ധർ അങ്ങോട്ടായി ഇങ്ങോട്ടായി. ഇതിങ്ങനെ ഈ ബൈനറി ഉണ്ടാക്കിയിട്ട് തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ കുതന്ത്രങ്ങളിൽ ഞങ്ങൾ പെട്ടുപോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഞങ്ങളുടെ നേതാക്കൾ
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമന്നതരായ നേതാക്കൾ സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളുടെയും ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന MT ഉസ്താദിന്റെയും അതോടൊപ്പം തന്നെ കൊയ്യോട് ഉസ്താദ് ഉൾപ്പെടെ സമസ്തയുടെ മുശാവറാംഗങ്ങളുടെ, പാണക്കാട്ട് തങ്ങന്മാരുടെ, കോഴിക്കോട് ഖാദിമാരുടെ, മറ്റു തങ്ങന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ ഐക്യത്തോടെ ഇസ്സത്തോടെ ഒറ്റക്കെട്ടായി സമസ്തയും സമസ്തയുടെ പ്രവർത്തനങ്ങളും അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പിന്നെ നമുക്കിടയിൽ ചില ബൈനറി ഉണ്ടാക്കാൻ ചില അകത്തുള്ള ചില കുട്ടികളും ശ്രമിച്ചു. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമസ്തക്ക് ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. സമസ്തക്ക് ചില ആളുകളെ കുറിച്ച് അപകടം പറഞ്ഞു കൊടുക്കേണ്ടി വരും. സമസ്ത ഏറ്റവും അവസാനമായി നടപടി സ്വീകരിച്ചത് CIC സംവിധാനത്തിനെതിരെയാണ്. എന്തിനാണ് സമസ്ത ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനാണോ? വാഫികൾ വഫിയകൾ സമസ്തയുടെ കീഴിൽ വളർന്നു വരേണ്ട മക്കൾ, അവരെ നമ്മൾ ശത്രുക്കളാക്കണോ? ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, നമ്മൾ അവരെ ഒഴിവാക്കണോ? സമസ്തയുടെ നേതാക്കൾ ഒരു അപകടം മണത്തറിഞ്ഞു. ആ അപകടം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേട്ട് തിരുത്തേണ്ടതിന് പകരം അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി നല്ലൊരു പണ്ഡിതനാണ്, അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു റൂട്ട് സമസ്തയുടെ പാരമ്പര്യത്തിനും സമസ്ത പ്രതിനിധീകരിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനും സമസ്തയുടെ സംഘടനാ വഴിക്കും ആശയപരമായും സംഘടനാപരമായും എതിരായി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ക്ലാസുകളും എഴുത്തുകളും ഇടപെടലുകളും കുട്ടികളുള്ള നിർദ്ദേശങ്ങളൊക്കെ നിരന്തരമായ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സമസ്ത ഇടപെട്ടു. ഈ സമസ്ത ഇടപെട്ട് അദ്ദേഹത്തെ പലപ്പോഴും ചർച്ചയ്ക്ക് വിളിച്ചു, അദ്ദേഹത്തോട് ഉപദേശിച്ചു, നിങ്ങൾ ഇതിന് പിന്തിരിയണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹം ഒരു വാശിയോടുകൂടെ സമസ്തയുടെ ഉലമാക്കളെ ഞാൻ സംവാദത്തിന് തയ്യാറാണ്. ഇതാണോ അദ്ദേഹത്തിന്റെ ഒരു ആശയം? പറയുമ്പോൾ ഇത് ആരാ പറയുന്നത്? സമസ്ത മുഷാവറ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വിലയിരുത്തത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ തിരുത്തുന്നതിന് പകരം ഞാൻ നിങ്ങളോട് സംവാദത്തിന് തയ്യാറാണ്, കിതാബ് കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് വെല്ലുവിളിയോടുകൂടെ വരുന്ന സമീപനമാണ് പലപ്പോഴും ഉണ്ടായത്. സമസ്ത CICയുടെ കീഴിലായിരുന്നു, സമസ്തയുടെ കീഴിലായിരുന്നു CIC. അങ്ങനെയായിരുന്നു അവരുടെ പരസ്യം. വാഫി ഓഫിയ സമസ്ത അംഗീകരിച്ച സിലബസ്, സമസ്ത അംഗീകരിച്ച സംവിധാനം, സമസ്തയുടെ കീഴിൽ പരസ്യങ്ങൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടികളെ രക്ഷിതാക്കൾ കൊണ്ട് ചേർത്തത്, സമസ്തയുടെ കീഴിലായതുകൊണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു വാഫി പറയട്ടെ, ഒരു വഫിയ പറയട്ടെ, നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ ഈ ഒരു സംവിധാനത്തിൽ കൊണ്ടു ചേർത്ത എന്തുകൊണ്ടാ? രണ്ട് വിദ്യാഭ്യാസവും പഠിക്കുന്ന സംവിധാനം കാന്തപുര വിഭാഗം നടത്തുന്നില്ല, എന്തേ കൊണ്ടു ചേർക്കാതിരുന്നത്? രണ്ട് വിദ്യാഭ്യാസം മുജാഹിദ് നടത്തുന്നില്ല, എന്തേ ചേർക്കാതിരുന്നു നിങ്ങളുടെ രക്ഷിതാക്കൾ? ജമാഅത്തെ ഇസ്ലാമിക്കാരെ നടത്തുന്നില്ലേ ശാന്തപുരത്തെ കൊല്ല രണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന കോളേജ്? നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരു വാഫി കോളേജിൽ, വഫിയ കോളേജിൽ നിങ്ങളെ കൊണ്ട് ചേർത്തത് സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനമായതുകൊണ്ടായിരുന്നില്ലേ? പിന്നെ എന്താ സംഭവിച്ചത്? സമസ്ത ഇടപെടാൻ തുടങ്ങിയപ്പോ ഇവര് തീരുമാനിച്ചു സമസ്തയുടെ കീഴിലാവണ്ട. അതിനാദ്യം ചെയ്ത് 2022 ജനുവരിയുടെ തുടക്കത്തില് ഇവരുടെ ഭരണഘടന തിരുത്തി, സമസ്തയെ വെട്ടിമാറ്റി, സമസ്തയുടെ കീഴിൽ സമസ്തയുടെ നിർദ്ദേശ ഉപദേശം അനുസരിച്ച് പോവുക എന്ന ക്ലോസ് CICയുടെ ഭരണഘടനയിൽ നിന്ന് വെട്ടി സമസ്തയെ തൊലാക്ക് ചൊല്ലി. ആര്? CIC. വാഫി വഫിയ സംവിധാനത്തിന്റെ ബോഡി സമസ്തയെയാണ് ആദ്യം ഒഴിവാക്കിയത്. സമസ്തയുടെ പ്രസിഡന്റ് ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്നത് ഒഴിവാക്കി. സമസ്തക്ക് പറ്റാത്ത രൂപത്തിൽ 3-ലധികം അപകടകരമായ രൂപത്തിൽ ഭരണഘടന തിരുത്തി സമസ്തയെ അവർ ഒഴിവാക്കി. പിന്നീട് പരസ്യമായി ഹക്കീം ഫൈസി തന്നെ പറഞ്ഞിട്ടുണ്ട് സമസ്തക്ക് ഇതിൽ യാതൊരു റൈറ്റും ഇല്ല എന്നത്. നിങ്ങൾക്കറിയാലോ. ഇതിനൊക്കെ ശേഷം 2023 ഏപ്രിൽ 1-ാം തീയതിയുള്ള മുഷാവറയിലാണ് CICയുമായി സമസ്ത ബന്ധം വിച്ഛേദിക്കുന്നത്. അത് നിങ്ങൾ പഠിക്കണം. സമസ്ത ആദ്യം പോയി അവരെ ഒഴിവാക്കിയതല്ല, സമസ്തയെ ഇവരാദ്യം ഒഴിവാക്കി. എന്നിട്ടും നിരന്തരമായ ചർച്ചകളും മറ്റും നടത്തി. പക്ഷെ അവർ വഴങ്ങാൻ തയ്യാറായില്ല. ഇപ്പോഴും ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിസംബർ 11 ചേർന്ന മുഷാവറ അന്തിമമായി CICയുമായി ഇനി ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴും അവിടെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. എന്താ ക്ലോസ്? പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഏറ്റവും അവസാനം വെച്ച 9 നിബന്ധനകൾ അവർ അംഗീകരിച്ചു വന്നാൽ സമസ്ത പറഞ്ഞു, തങ്ങൾ പറഞ്ഞതുപോലെ സമസ്തയും മുസ്ലിം ലീഗിന്റെ സമന്നതരായ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ആബിദ് ഹുസൈൻ തങ്ങൾ ഉൾപ്പെടെ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം തയ്യാറാക്കി 2 സിറ്റിംഗിൽ തയ്യാറാക്കി 9 നിബന്ധന അത് അവർ അംഗീകരിച്ച് നടപ്പാക്കി വന്നാൽ ഇനിയും സമസ്തയുടെ തീരുമാനം തിരുത്തി CIC അംഗീകരിക്കാൻ സമസ്ത തയ്യാറാകും. പക്ഷെ ഇവർ തിരുത്താൻ തയ്യാറാവണം.
തയ്യാറല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. കാരണം അതിനുശേഷമുള്ള പത്രസമ്മേളനങ്ങളും വിശദീകരണങ്ങളിലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഹക്കീം ഫൈലി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ CIC-യുടെ ആളുകൾ പരസ്യമായി പ്രഖ്യാപിച്ചു. അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല എന്ന്. അതാണ് ഇപ്പോഴും വിഷമം. സമസ്ത അങ്ങോട്ട് ഒഴിവാക്കിയ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ നശിപ്പിച്ചതല്ല. അപ്പൊ ഈ കുട്ടികൾ സമസ്ത ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചപ്പോൾ ഈ കുട്ടികൾ നിരന്തര വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കി. പല പേരിൽ ഉമ്മത്ത് മുന്നോട്ട്, സേവ് ഉമ്മ, ഇങ്ങനെ അതേപോലെ ഫേസ്ബുക്കിലെ വ്യാജ ഐഡികൾ ഉണ്ടാക്കി. ഇവിടെ സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നമാണ്, സമസ്തയിൽ ലീഗ് വിരുദ്ധരുണ്ട് എന്നൊക്കെ നിരന്തരം കള്ള പ്രചരണങ്ങൾ. ഇതിലെ ഒന്നുപോലും തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഏതെങ്കിലും ഒരു ആദർശ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെതിരായോ പാണക്കാട്ട് തങ്ങൾക്കെതിരായോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ ആ നിമിഷം ഈ ആദർശ സമ്മേളനം നിർത്തിവെക്കാൻ ഞങ്ങൾ തയ്യാറാ. ആരായി കള്ളപ്രചരണം കൊണ്ട് ആളുകളെ പറ്റിക്കുന്നത്? എവിടെയെങ്കിലും ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പാണക്കാട്ട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ഈ സംഘടനയുടെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ്. ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന സംഘടന SYS-ന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷറർ സ്വാദിഖ് അലി തങ്ങളാണ്. SNEC-യുടെ സംസ്ഥാന ട്രഷറർ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. പാണക്കാട്ട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഈ നേതാക്കളെ അനുസരിച്ചുകൊണ്ട് മാത്രമേ SYS-ഉം SKS-ഉം ഒക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതിനെതിരായിട്ട് എവിടെയെങ്കിലും ഒന്നുണ്ടെങ്കിൽ പറയണം. നിങ്ങൾ ചാപ്പ കുത്തുന്ന കുറെ ആളുകളുണ്ടല്ലോ, അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള മുസ്തഫ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങളെപ്പോലത്തെ അവരുടെ താഴെയുള്ള ചില പ്രഭാഷകർ, ഞങ്ങളുടെയൊക്കെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ, ഏതെങ്കിലും ഒരു വാക്കിൽ, ഏതെങ്കിലും ഒരു എഴുത്തിൽ, ഇനി ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ വാട്സപ്പിലോ ഏതെങ്കിലും ഒരു വാക്കിൽ ഞങ്ങൾ പാണക്കാട്ട് തങ്ങന്മാർക്കെതിരായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരായിട്ടോ ഞങ്ങൾ പറഞ്ഞതോ എഴുതിയതോ തെളിയിക്കാൻ ഈ സമയത്ത് വീറോടെ വാശിയോടെയല്ല, വിനയത്തോടെ വെല്ലുവിളിക്കുകയാണ്. ഈ കുപ്രചരണം നടത്തുന്ന, ഈ വാട്സപ്പ് കൂട്ടായ്മകൾ നടത്തി ഈ ഭിന്നതയുണ്ടാക്കാൻ ശ്രമം നടത്തുന്ന ആളുകളോട്